ഞാൻ നിങ്ങൾ ക്ഷണിക്കാം. ഇതാണ് എൻ്റെ വീട്, എൻ്റെ വീടും പരിസരങ്ങളും. ഇതെൻ്റെ ഇത് ഇപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് സ്കോർപിയോ. ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ല വണ്ടി സ്കോർപിയോ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിട്ട് ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 6 വർഷം ആയിട്ടുണ്ട്. 6 പോരാ. ഇത് എടുത്ത സമയത്താണ് ബെൻ ജോൺസൺ എന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റായി ഓടുകയും. അപ്പോൾ ഞാൻ ഈ ബെൻ 100 എന്ന് വയ്ക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഞാനൊരു ബെൻ ജോൺസിൻ്റെ ഒരു ഓട്ടം മിമിക്രിയിൽ കാണിക്കാറുണ്ടായിരുന്നു. അതിൽ എപ്പോഴും എനിക്ക് നല്ല മുടിയൊക്കെ അന്നത്തെ കാലത്ത് മുടി ഇവിടെ വരെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ സോഡ പൊട്ടിച്ച് തലയിൽ വെച്ചിട്ട് ബെൻ ജോൺസിൻ്റെ ഓടുമ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ അങ്ങോട്ട് പോയി ഉള്ള മുടിയൊക്കെ കുറേ പോയി. അങ്ങനെ അങ്ങോട്ട് പോയി സോഡ കൊണ്ടുപോയി കുറേ മുടി. പിന്നെ അതിനുശേഷമാണ് ഈ ബെൻ 100 എന്നുള്ളൊരു പേരിടാൻ തന്നെ കാരണം കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ വണ്ടിയുടെ നമ്പറും 100ആണ്. അത് ആ 100ൻ്റെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 100ആണ്. എല്ലാ വണ്ടിക്കും 100ആണ്. ഇപ്പോൾ ഈ ഇതിനും 100ആണ്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാർക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ ശരി, മണിക്ക് മാർക്കില്ലെങ്കിലും മണിയുടെ വണ്ടിക്ക് എന്തെങ്കിലും 100 കിടക്കട്ടെ എന്ന് വിചാരിച്ച് 100 ഇട്ടതാ. ഇതാണ് എൻ്റെ ഭവനം, കുഞ്ഞു ഭവനം. നമുക്ക് എന്താ പറയുക, ചെറിയ മനസ്സുള്ളൂ. ചെറിയ മനസ്സെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലേ, ഇത്തിരി പോന്ന മനസ്സിനുള്ളിൽ ഒത്തിരി മോഹങ്ങൾ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് നമ്മുടെ ഗാഡിയാണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ ജനിച്ചപ്പോൾ, അതായത് 71 മോഡൽ വണ്ടിയാണ്. അപ്പോൾ എൻ്റെ വയസ്സും ഈ വണ്ടിക്കും ഒരേ പ്രായമാണ്. അപ്പോൾ ഇതുമ്മ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പെട്ടാന്ന് പൊട്ടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും, മണി വന്നിട്ടുണ്ട്, മണി പോകുന്നുണ്ട് എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഒരു ബൈക്കും കൂടി. ഈ ബൈക്കും ഇതും എന്താ പറയുക, പഴയ സിനിമയിലൊക്കെ വന്ന് ആ സമയത്ത് ഒരു ബൈക്ക് വേണമല്ലോ എന്ന് വെച്ചിട്ട് ബൈക്ക് എടുത്താണ്. എനിക്ക് ബുള്ളറ്റ് ഭയങ്കര ക്രൈസാണ്. ബുള്ളറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റിൻ്റെ ശബ്ദവും എല്ലാം കൂടി എന്തോ ഒരു പ്രത്യേക മൂഡാണ് ഇതിൽ. പണ്ടൊക്കെ ജയനാണ് ബുള്ളറ്റിൽ, ജയൻ സാറാണ് ബൈക്കിൽ പോകണുണ്ട്. പെട്ട കാണുമ്പോഴൊക്കെ അന്ന് സിനിമയിൽ ഭയങ്കര അതിശയമായിട്ടിരിക്കും. ദൈവമേ, എന്നിങ്ങനെ ഒരു ബുള്ളറ്റ് ഓടിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയാണ്. ഇത് പിന്നെ ഒരു കുഞ്ഞണ്ട പഴയ ചേതക്കാണ്. പിന്നെ അങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ ഇപ്പോൾ ഓടിക്കലൊന്നുമില്ല. ഞാൻ ആ സിനിമയിൽ വരുന്ന സമയത്ത് എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വണ്ടി വിജയ് സൂപ്പർ എന്നൊരു വണ്ടിയാണ്. കണ്ടോ, നല്ല രസമാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ മമ്മൂക്ക മിക്ക സിനിമകളിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് വിജയ് സൂപ്പറാണ്. അതിൻ്റെ ശബ്ദം തന്നെ പ്രത്യേക ശബ്ദമാണ്. അതിൻ്റെ ശബ്ദം നമുക്ക് വേറെ രീതിയിലാക്കാനായിട്ട് സൈലൻസറൊക്കെ വെട്ടി പൊളിച്ചിട്ട് സൈലൻസറിൻ്റെ വലുപ്പം കുറച്ച് അതിൽ നിന്നൊരു വേറൊരു രീതിയിലുള്ള ടോണാക്കി എടുത്തിട്ട് ഓടിച്ചിട്ടുണ്ട്. ആ വിജയ് സൂപ്പറിൻ്റെ എനിക്കിപ്പോഴും ഓർക്കണ്ട, വിജയ് സൂപ്പറിൻ്റെ മൺകാട് ഭയങ്കര വലുപ്പമായിരുന്നു. എന്നിട്ട് ഞാൻ തന്നെ അത് നല്ല വെട്ടുള്ളി വെച്ചിട്ട് വെട്ടി ചെറുതാക്കി ലെവലൊക്കെ ഷേപ്പൊക്കെ അടിച്ചെടുത്തിട്ട് ഞാൻ തന്നെ എൻ്റെ കൈ കൊണ്ട് വൈറ്റ് വാഷ് ചെയ്തിട്ട് ആ വണ്ടിയിലാണ് പിന്നെ കുറേ നാൾ വിജയ് സൂപ്പറുമായിരുന്നു എൻ്റെ വിജയഗാഥ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എടുത്താണ് ഈ ബുള്ളറ്റ്. പിന്നെ ഒരു ബുള്ളറ്റ് എനിക്ക് തന്നിരുന്നു കേട്ടോ. എനിക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് രസകരമായ കാര്യങ്ങളുണ്ട്.